ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്ത ട്രിപ്പിലോട്ട് പോവാണ്. നമ്മൾ ജബൽ ജയ്സിലോട്ട് പോകാനുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോൾ അവിടെ പോയി ഗ്രില്ലടിക്കാനുള്ള പരിപാടിയാണ്. അതിനുള്ള സാധനം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബൈ. എന്ത് ചിക്കൻ കഴിയുന്നോ? നമ്മളെ എവിടൊക്കെ പോയി വരികയെന്നറിയോ? കത്തിയാണോ ബ്ലോഗെടുക്കാനുള്ള സമയമില്ല, ഫുള്ള് തിരക്ക് ഇവിടെ. അത് ഇറച്ചിട്ടായിരുന്നേ ഞാൻ. അപ്പോൾ ഗൈസ് നമ്മള് ഒരു ഇതെല്ലാം സെറ്റ് ചെയ്തു. ടെന്റ് സെറ്റ് ചെയ്തു, മീൻസ് ഗ്രില്ല് സെറ്റ് ചെയ്യാനുള്ള അടുപ്പ്, ചാർക്കോള് എല്ലാം സെറ്റ് ചെയ്ത്, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി. എല്ലാം ഞാൻ തന്നെ ആട്ടോ ചെയ്തത്. ഞാനല്ലേ ചെയ്തേ? എല്ലാം നീ തന്നെ ചെയ്ത. ഓക്കെ. അപ്പം ഓക്കെ, പോകുന്ന വഴിക്കിനി വിശേഷങ്ങൾ. അപ്പൊ നമ്മള് എല്ലാം സെറ്റായി. നമ്മളിനി എങ്ങോട്ടാ പോന്നെ? ജബൽ ജയ്സ്. എങ്ങോട്ടാ പോണേ? ജബൽ ജയ്സ്. അതെ, ജബൽ ജയ്സ്. ഇനി അവിടെ എത്തിയിട്ട് ഓക്കെ. കൊറേ പണിയുണ്ട്, അതുകൊണ്ട് എല്ലാ വിഷ്വൽസ് എടുക്കാൻ പറ്റാ. ഞാൻ എത്ര കിലോമീറ്റർ ഉണ്ട്? ബോഡി മാത്രം നോക്കിയാൽ മതി. 108 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ കാണിക്കുന്നുണ്ട്? 160 കിലോമീറ്റർ. 1.5 മണിക്കൂറാ? 2 മണിക്കൂറാ? അപ്പം ഏകദേശം 3 മണിക്കൂർ ട്രാവലിംഗ്. കിടക്കട്ടെ. അടിച്ച പാടുന്നില്ലെങ്കിൽ ഇത് നിൽക്കൂല. നമ്മൾ അനങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സാധനം. ഇല്ല, ഇവിടെ അടിക്കാൻ പറ്റില്ല. ഞാൻ വേട്ടെ, നമുക്കിത് മതി. 5-8 കൂട്ടി നോക്കണോ? ഇവിടെ എന്താ ഇങ്ങനെ ഒരു ഇത് പോലെ നിൽക്കുന്നേ? അത് വലിക്കണോടാ, ഇങ്ങോട്ട് വലിച്ചാൽ റെഡിയാവും. ഇത് ഇങ്ങോട്ട് വലിച്ചാൽ റെഡിയാവും. ഇങ്ങനെയാണ് സംഭവം. എന്റെ ഒരു ഉണ്ട്, ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്ന അവരൊക്കെ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് നെറ്റ് ഓക്കെ. ഇതെന്താ? ആ, ഇവിടെ ഇതിങ്ങനെ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സൈഡ് അതെന്താ? അകത്ത് മറ്റേ സാധനം ഉണ്ടല്ലോ, തറയില്ലേ? നമ്മൾ ടെന്റ് അടിച്ചു. സക്സസ്ഫുള്ളി അങ്ങനെ ഇതാണ് നമ്മുടെ ഉൾഭാഗം വരുന്നത്. 2 പേർക്ക് കിടക്കാം, ബാക്കി ഒരു 2 പേർക്ക് വണ്ടിയിലും കിടക്കാം. ഗ്രില്ല് തുടങ്ങാം. ഫ്ലാഷ് ഓൺ ആണ്. അതെ, വെട്ടമുണ്ട്. 100% അല്ല, ഫുൾ ടൈം വെട്ടമുണ്ട്. ഇല്ല, നോക്കട്ടെ എന്താ അവസ്ഥ. യൂസർ മാനുവലൊക്കെ നോക്കി സെറ്റ് ചെയ്യാം. എന്തിലോ ഉണ്ടോ? നമ്മള് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് 2 വാക്ക്. അതെ ഗ്രില്ല് ചെയ്യാൻ പോകുന്നു. നമ്മൾ ഗ്രില്ല് അങ്ങനെ ഉണ്ടെന്ന് കാണിക്കാം. അതെ, ഓക്കെ.
എടാ എടാ കീറണം അങ്ങോട്ട്. ആ ടേബിൾ കൊണ്ട് പറയും. ആ ടേബിൾ എടുത്ത് നോക്ക്. ഇതിന്റെ സൈസ് നോക്കട്ടെ, നമുക്ക് അത്രയും സാധനം വെച്ചാൽ മതി. ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണിച്ചു തരാം. ഓക്കെ, 3 കിലോ ഉണ്ട്. ബ്ലോഗർ ഇവിടെ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മളെ സെറ്റിങ്സ്. എടേ ഇവിടെ ഇങ്ങനെ മതിയേ, അതനുസരിച്ച് കരി കിട്ടും. ഇത്ര ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് കരി ഇട്ടിട്ട് ഇതാക്കുന്നല്ലേ. ആ പണിയും ചേടാ ആൾക്കാ. ഞാൻ അതാ പണി തന്നെ എടുക്ക്. അങ്ങനെ ആക്ക്, അങ്ങനെ ആക്ക്. അങ്ങനെ പൊടിയിടല്ലേ, വലുത് നോക്കിട്, വലുത് നോക്കിട്. ഇതെന്താ ഇങ്ങനെ കരിപ്പൊടി കിട്ടിയത് നിങ്ങൾക്ക്? വായ്പാണല്ലേ ദിവസം സ്ഥലമുണ്ടോ? വേറെന്തെങ്കിലും വിചാരിക്കും. ഇട്ടോ, കുറച്ചുകൂടി ഇട്ടോ, നല്ലോണം ഇട്ടോ. നിരത്തിയിടാ. ഇനി ആയില്ല, ഇത് ഇട്. 3 കിലോ സാധനം ഉണ്ട്. എന്തായി? ഞാൻ തന്നെ മെയിൻ. ക്യാമറ ഒന്ന് മാറി. അതൊന്നും പറയാൻ പറ്റൂല. അത് നമ്മള് പണിയെടുക്കുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതുപോലെ ഒഴിച്ചിട്ട് ഒരു പീസിനെ കത്തിക്കണം. ഒറ്റ പീസ്. ഒരു പീസ് കത്തിച്ചാൽ ബാക്കി നമുക്ക് ഇങ്ങനെ ആറ്റി എല്ലാം കത്തിക്കാം. ഒറ്റ പീസ് കത്തിച്ചിട്ട് ഇത് മണ്ണെണ്ണ. അത് ഇതിലാക്കണ്ട, ഫുള്ളാക്കണ്ട. ഫുള്ളായ കത്തൂല. അത് ഫുള്ളാക്കിയാൽ അത് മാത്രല്ല, ഇത് ചോയക്കും ചിക്കനില്. പേപ്പർ പീസ് ഉണ്ടോ? ഇല്ല, അത് കത്തൂ. ഇതായത് അങ്ങനെയൊന്നും കത്തൂല. അത് കത്തി. ആ ഇനി പയ്യെ അത് കത്തിക്കോളും. കത്തി ബാക്കിയുള്ള കനൽ അടുപ്പിച്ച് എല്ലാം കത്തിച്ചെടുക്കും. അതാണ് പരിപാടി. പയ്യെ അത് കത്തി പിടിക്കെടുക്കണേ. വെള്ളം ഉണ്ടാ, കൈയൊക്കെ കഴുകാൻ വെള്ളം ഉണ്ടാ. ഒരാൾ ചിക്കൻ സെറ്റ് അല്ല, ഇത് ആവട്ടെ. എന്നിട്ട് കയ്യിലൊക്കെ തീയാക്കട്ടെ. പയ്യപ്പയുടെ ആറ്റ ഇങ്ങനെ ആക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാ? ആ പ്ലേറ്റ് ഇട്. നമ്മളെ പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ പയ്യെ അതിങ്ങനെ ആക്കി ഞാൻ കാര്യം പറ്റും. എന്റെ കയ്യിൽ മൊത്തം മണ്ണെണ്ണ. ഇപ്പൊ കഴിവണ്ട, കുറച്ച് കഴിഞ്ഞ് കഴിവാ. ചിക്കൻ എടുക്കാനാവുമ്പോ കഴിവാ. അതിന്റെ അകത്ത് ഇതാക്കല്ലേ, മണ്ണെണ്ണ ആക്കല്ലേ. ചാർക്കോൾ കെറോസിൻ ഫ്ലേവർ ചിക്കൻ. കത്തുന്നുണ്ട്. എല്ലാരും ചാർക്കോളൊക്കെ ഉണ്ടാക്കി ഉറങ്ങി. അത് വീശി കൊടുത്താലേ കത്തോളൂ. നിക്ക് നോക്കട്ടെ. ഈശ്വരി എടുക്ക്. പേപ്പർ വല്ലതും ഉണ്ടോ? പേസ് ബോർഡ് വല്ലതും ഉണ്ടോ? പിന്നെ നമ്മൾ പ്ലേറ്റ് കൊണ്ടുവന്നില്ല. മറ്റേ പ്ലേറ്റ് ഡിസ്പോസിബിൾ പ്ലേറ്റ് വാങ്ങിച്ചില്ല. ഡിസ്പോസിബിൾ പ്ലേറ്റ് ഇല്ല. ഡിസ്പോസിബിൾ ആവശ്യമില്ല. ഈ ചാനലിൽ തിന്നണ്ടേ നമുക്ക്? തിന്നാനിത് ചുടുന്നതിനനുസരിച്ച് തിന്നാം. അത് അപ്പുറത്തോലും ചോദിച്ചു. എന്റെ കയ്യിൽ തരില്ല, അത് മണ്ണെണ്ണ എന്റെ കയ്യിൽ. എന്റെ കയ്യിൽ കരിയും. നിനക്ക് ആദ്യം ഇത് കത്തി പിടിക്കട്ടെ. വെയിറ്റ് ആക്ക. അതിനെ സ്വസ്ഥയോട് കൂട്ടിയിട്ടാലങ്ങ് കത്തൂലേ? ഒരെണ്ണത്തിൽ പിടിച്ചാ പിന്നെ അതിന് ആളെ പിടിച്ചു. അല്ലാതെ കൂട്ടിയിട്ടപ്പോ തീ അണഞ്ഞു. ഒരെണ്ണം ഫുള്ള് കത്തണം, എന്നാലേ ബാക്കി പിടിക്കുള്ളൂ. ഇനി ഈ പ്ലേറ്റിൽ ഇനി സാധനം ഇടല്ലേ, മണ്ണെണ്ണായി. പിടിച്ചേ. നമ്മൾ വെയിറ്റ് ചെയ്തില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് കത്തി പിടിക്കുള്ളൂ. ഞാൻ പറയട്ടെ, കുറച്ചുകൂടി ഇട്ടിട്ട് ഒന്ന് ആദ്യം അങ്ങനെ വെക്കണ്ട. ഭായി തന്നെ ലൈറ്റർ തന്നെ. ഒരെണ്ണം ഫുള്ള് നിന്ന് കത്തിയാലേ ബാക്കി കത്തുള്ളൂ. അതാ ഈ വിത്തുന്ന ലിക്വിഡ് ഇല്ലേ, അത് മാത്രമാണ് കത്തണത്. കരി എന്താണ്? ഇനി ഒന്നും ചെയ്യണ്ട. ആ സാധനം തീരുമ്പോ അത് കത്തിക്കോളും. ഇത് കത്തിക്കോളൂ. വേറെ അടുത്തേലും പോയി ചോദിക്കണം. കുറച്ച് അവിടെ നിന്ന് കുറച്ച് കനൽ വാങ്ങിച്ചിട്ട് വന്നാൽ. നേരത്തെ കനൽ അവിടെ ഉണ്ടല്ലോ, അതാണ് കത്തട്ടെ. അപ്പുറത്തുനിന്ന് കുറച്ച് കനൽ വാങ്ങിച്ചു തന്നാലോ?
അത് നല്ലൊരു ഓപ്ഷനാണ്. കുറച്ച് കനൽ കിട്ടിയാ കൂട്ടിയിട്ട് കത്തിക്കാം. ചെങ്ങനെ വാങ്ങിച്ചു വരും. ഇതിപ്പോ നമ്മളെ കത്തുവോ? നമുക്ക് സമയം വേസ്റ്റ് ചെയ്യണ്ട. ഈ പാത്രത്തിൽ വാങ്ങിച്ചിട്ട് വരട്ടാ ചേട്ടാ. കുറച്ച് കനല് ഇതോടൊന്ന് പേപ്പർ കിട്ടിയ എനിക്ക്. അത് അവിടെയൊക്കെ മറ്റേ ടിഷ്യൂവാ. എന്താണ് ബഹളം ഉണ്ടാക്കാതെ കൂടി കൂടെ ഉമ്മയിലടാ. ചുമ്മാരി ഇതൊക്കെയാണ് അലമ്പ് ഉണ്ടാവുന്നത്. എന്തിനനുഭവിച്ച് അപ്പുറത്ത് കനൽ വാങ്ങിച്ചാലോ, അതാണ് ബെസ്റ്റ് ഐഡിയ. കുറച്ച് കനൽ വാങ്ങിച്ചിട്ട് കനൽ പ്ലേറ്റിൽ മേടിച്ചിട്ട് വരാം. പ്ലേറ്റിൽ വാങ്ങിച്ചാൽ അത് കഴിവാം. അവിടെ ഉണ്ട് കനൽ. ഈ കനലിന്റെ ഹിന്ദി എന്താടാ? തോടാ കനൽ ദിയോ. തീ കാണിച്ചിട്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചാൽ മതി. ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ അണയും. അതും കത്തി തീരട്ടെ, നോക്കട്ടെ. ജസീമണ്ണന്റെ അടുത്താ ബാക്കോട്ടേക്കാൻ പറയുന്നേ. ജസീമണ്ണ അകത്തേറി ഇരിക്കും ഇപ്പൊ. ബാക്കിയുള്ളത് അതെ അധികം ഒഴിക്കാൻ ഞാൻ ഒരു കമ്പ ഒന്നും ഇല്ലല്ലേ. മലയാളികളുണ്ടല്ലോ മോള്. ടെന്റിന്റെ കൊള്ളിയോ? എന്ത് ടെന്റിന്റെ ഒരു കൊള്ളി എടുത്ത് ഇളക്കല്ലേ? ഇതിന്റെ മേലോട്ട് അപ്പൊ ഇത് കത്തിച്ചിട്ട് ബാക്കി. ഓക്കെ, ഒന്നുകൂടെ ഡിസ്ലൊക്കേഷൻ ആക്കിയിട്ട് കൊടുത്തേ. ഓ തീ വന്നട്ടാ. സെറ്റ് ഡിസ്ലൊക്കേഷൻ ആക്കിയാൽ മതി. എനിക്ക് മൂത്രം ഒഴിക്കണോടാ. സെറ്റ് ആ സാധനത്തിന് അവിടെ പോയി നിൽക്കണം. ആ സാധനം എന്നിട്ട് ഇങ്ങനെ വ്യൂ കാണുന്ന പോലെ ഇങ്ങനെ ഒഴിച്ചാൽ മതി. മോളൊട്ടറ്റം കയറിയ സൈഡിലോട്ട് ഒഴിച്ചാലോ? മോളിൽ കയറിയ മുകളിലാള്. ഇതാണ് കനൽ. ഒരാള് ചിക്കനിലെടുക്കുക. ചിക്കൻ വെച്ച കൈ പിന്നെ വേറെ ഒന്നും പോയി പിടിക്കാൻ. എന്നാ പിന്നെ നീ ഇതാക്കുന്ന? ഇല്ല, നിങ്ങൾ വെക്കിക്കോ. എനിക്കിടക്ക് ഫോൺ നോക്കേണ്ടി വരും. ഫോൺ നോക്കല്ലേ നീ? അതാ പോയി നീ എടുക്കണ്ട. എന്നാ കൈ എഴുതും. അല്ല, ഓൻ്റെ കയ്യിൽ മറ്റേ ഇതായിട്ടില്ല, ചാർക്കോൾ മാത്രം എന്റെ കയ്യിലായിട്ടുള്ളൂ, മണ്ണെണ്ണായിട്ടും ഇല്ല. ലൈറ്റ് അടിച്ചാടാ. അവന്റെ കൈ ലൈറ്റ് അടിച്ചാ നല്ല കരിയുണ്ട്. ചാർക്കോളല്ലേ, അപ്പൊ കരിന്റെ ഇത് വേണ്ട ചിക്കനില്. കരി വേണ്ട ചിക്കനില്. അപ്പൊ നിനക്ക് കഴിവണം. വെള്ളം അലൂമിനിയം ആണ്. എനിക്കറിയാം. കാണാൻ ടിഷ്യൂ ഇട്ട് തുടങ്ങും. സ്മെല്ലുണ്ടാ കയ്യിൽ നിന്റെ? നോക്കിയാ അങ്ങനെ ഒരു തുണി ഉണ്ടല്ലോ ഒരുവിധം കത്തി. ഇങ്ങനെ വെക്കണോ അങ്ങനെ വെക്കണോ? ഇങ്ങനെ അതിൽ മൊത്തം മണ്ണെണ്ണയായി. അപ്പോൾ ചിക്കന് സ്മെല്ലടിക്കും. ഞാൻ പോയി എന്നെ അറിയാൻ ഞാൻ മരിക്കും. എല്ലാവരും കയ്യിലും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പൊക്കിക്കൊണ്ടു പൊക്കണ ഇവിടുന്ന് വെച്ചാ പോരെ? എങ്ങനെ അങ്ങനെ തന്നെ വെക്ക്. ഇതാണ് സെറ്റ് ചെയ്ത്. ഞാൻ വെക്കണോ നീ വെക്കോ? ഞാൻ വെക്കാം. വെട്ടം ഇങ്ങോട്ട് വെക്കെന്നാല്. വെട്ടം വെച്ചിരിക്കുന്ന ശരിയല്ല. വെട്ട ഏക്കറില് താഴെ മസാല മിക്സ് ആക്കണ്ട. കുഴപ്പമില്ല. നാലെണ്ണം വെച്ചാൽ മതിയാ? 6 നിരത്തി വെച്ചോ. സമയം എടുക്കും. ഞാൻ വെച്ചാൽ നടക്കുള്ളൂ. നാളെ ഉച്ച വരെ ചുട്ടോണ്ടിരിക്കേണ്ടി വരും. ഈ സെക്ഷൻ കഴിഞ്ഞു. ഈ പീസ് തിരിച്ചു വെക്കും. നടക്കത്തെ അതെ അവിടെ കുറച്ച് ഇതുള്ള തടിച്ച് ഇതുള്ള ഇറച്ചറിയ കൊണ്ടു. തിരിച്ചല്ലേടാ വെക്കല്ലോ? ഈ തിരിയല്ലേ ഉദ്ദേശിച്ചേ? ഉദ്ദേശിച്ചത് അങ്ങനെയല്ലേ ആദ്യമേ ഇരുന്നേ. ആ നടുക്ക് തൊട്ട സൈഡ് മീറ്റ് കൂടുതലാടാ.
വേണ്ട ഓക്കെ അടച്ചോ ബിസ്മില്ല അടച്ച ക്ലിപ്പിട്ട് പയ്യെ 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 വീശി കൊടുക്കണം അതിൽ കനൽ കയറാതെ കത്തി കൊണ്ട് ബട്ടർ ഒട്ടിച്ച് വെച്ചോ അത് വെള്ളം ഉണ്ടല്ലോ ഇപ്പൊ വീശിക്കോ പയ്യെ വീശിക്കോ ആരാ വീശരി? അപ്പൊ ഇത് വീശരി ആരാ? ചിക്കൻ സെറ്റ് ചെയ്ത് ഇനി അത് മതി. സ്ലോ കുക്കിംഗ് ആണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും അപ്പൊ ഇനി ഇത് സെറ്റ് ചെയ്യട്ടെ. കുറെ നേരം ഇത് എടുത്തോണ്ട് കുറെ നേരം പെടും. നിങ്ങൾ ഒരിക്കലും ഇപ്പൊ വന്നല്ലേ? മൊത്തം കത്തിയില്ല, മൊത്തം കത്തിയാ സെറ്റാ, മൊത്തം കത്തിയില്ല. അതാ കുറെ ചാർക്കോളം കിട്ടാലോ നിറച്ച് ചിട്ടാലും പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റൂല. അതുപോലെ നിറച്ചിട്ട ഇത് തീ സൈഡിലൊക്കെ മാറ്റിട്ടാ പോരെ, അത് അയക്കണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറ്റിട്ടാ പോരെന്ന് പറയാ. കുറച്ചും കൂടി ഇടുന്നല്ലോ അല്ലേ കനല് നോക്കട്ടെ ബാക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂവ് ആയാൽ അത് നല്ലപോലെ ലോക്കായിട്ടില്ല. അത് ലോക്ക് ഫുള്ള് അങ്ങോട്ട് എത്തണം. അങ്ങോട്ട് എത്തിയാ പിന്നെ എടുക്കാൻ പാടായിരിക്കും. അതാണ് തിരിച്ചടാ തിരിക്കാൻ പോകണ കളറെങ്കിലും വാങ്ങിയാ നോക്കട്ടെ. കളറൊക്കെ വാങ്ങി കാണണ്ട ഇത് ശരിക്കായി എന്താടാ അങ്ങനെ ബുക്കാണ് ഞാൻ. കുറച്ച് അവിടെ ടൈറ്റ് ആക്കി പിടിച്ചങ്ങ് വെക്കാം. ആ ആയിട്ടുണ്ട്, മീൻസ് ചൂടുണ്ടാ തിരിച്ചു വെക്കട്ടെ, തിരിച്ചു നോക്കട്ടെ. അല്ല ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. ഇല്ല വെള്ളം ഇറങ്ങട്ടെ. വേണേ ഒരു കാര്യം ചെയ്യാം, കുറച്ചുകൂടെ ചാർക്കോൾ അതിന്റെ മോളിൽ ഇടാം. പക്ഷെ പിന്നെ കത്തിച്ചെടുക്കേണ്ടി വരും. കത്തിക്കാം. ഒരു ഇതുണ്ട് കേട്ടോ, മണ്ണെണ്ണ സ്മെല്ലുണ്ട് മൊത്തത്തില്. ചിക്കൻ വരാണ്ട് മതിയായിരുന്നു. ഹിന്ദിയൊന്നും അല്ല, അമാര് വേറെന്തോ ഭാഷയാ. അല്ല അമ്മാരുടെ അടുത്ത് കുറെ കണലുണ്ടെന്ന് അത് പറഞ്ഞേ. എടുത്തു പഠിച്ചോണ്ടല്ല കുറച്ച്. അമാര് കനല് മൊത്തം എടുത്തു കനല്. ഇത് നമ്മക്ക് കനല് ഇത് മതി. തിരിച്ചു വെക്ക് അത് ഇതായി പോലെ കുറച്ചുകൂടി ഉള്ളോട്ടോ, കുറച്ചുകൂടി ഉള്ളോട്ടോ. ഫുള്ള് ഏറ്റാൻ പറ്റുമോ? അല്ല ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ചാൽ പിന്നെ ഇത് ഇളക്കാൻ പറ്റൂല, ചൂടായി. ഇത് തുറന്നു പോരും തിരിക്കുമ്പോ മൊത്തം ഇതില്ലാതെ പോകും. ഓക്കെ എന്നാ ഫുള്ള് വെക്കാം. നമ്മള് ഫുള്ള് വെന്തിട്ടല്ലേ തന്നെ എടുക്കുള്ളൂ. അതെ ഇനി പോല പോല പാടി തേടുന്നു. അപ്പൊ ഗൈസ് സാധനം സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഓൾ ഡൺ ആണ്. തിരിച്ചില്ല, നിങ്ങൾ തിരിച്ചതേ ഉള്ളൂ. തിരിച്ചില്ല, ഇപ്പൊ നിങ്ങൾ തിരിച്ചില്ല. അത് തന്നെ ആയില്ല. കോട്ടൊക്കെ ഇട്ട് നിന്ന് വീശുന്നു. ഇവിടെ ഒന്നും ഇല്ലാതെ ചൂടെടുക്കുന്ന ടീഷർട്ട് ഇട്ടിട്ട്. ഇത് നല്ല ചൂടുണ്ട്. ഒരു കല്ലും കൂടെ പറക്കണേ. ഞാൻ കഷ്ടപ്പെട്ടൊരു കല്ല് പറക്കിയതാ. ഞാൻ അങ്ങനെ വിട്, അങ്ങനെ വിട്ടാ പറ്റൂല. അതായിക്കോളൂലേ. അത് കുറച്ച് ഇതായി മറക്കി വെച്ചാൽ മതി. അണയാറാകുമ്പോ കത്തിച്ചു കൊടുത്താൽ മതി. പ്രശ്നമൊന്നുമില്ല. അണയെ കുത്തിക്കോ. കുറച്ച് ബട്ടർ കൂടി അതിന്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താല് സെറ്റ്. ഇത് സംഭവം ചെറിയൊരു പറ്റു പറ്റി എവിടെയെന്ന് പറഞ്ഞാല് ഒരു ചെത്തിയല്ലേ മേടിച്ചത്. ചെത്തിയാണ് മേടിക്കുന്നത്. നമുക്ക് അതിനുള്ള ബുദ്ധി ഇല്ലല്ലോ. ഞാൻ ഉമ്മനെ പറഞ്ഞു വിട്ടത് നമുക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത്. ഓർമ്മയില്ല. നമ്മളവിടെ പോയിട്ട് 4 പീസ് ആക്കി തരാൻ പറഞ്ഞു. 4 പീസ് ആക്കി തരാൻ പറഞ്ഞു. ഒരു ഉച്ചയ്ക്ക് കുറച്ച് 4 പീസ് കട്ട് ചെയ്യാൻ പറഞ്ഞു. പ്ലേറ്റിന് എവിടെന്നെങ്കിലും ഒപ്പിക്കണം മറ്റേ ഡിസ്പോസൽ. ഇത് പ്ലാസ്റ്റിക്. ജബിനെല്ലാം പാറപ്പണിക്ക് പോലെ. എന്റെ കൈ മൊത്തം ഇതായി, മണ്ണെണ്ണന്റെ സ്മെല്ലായി.
പാറപ്പണിക്ക്. അപ്പൊ ഇത് ഇങ്ങോട്ടൊന്നേ. അപ്പൊ ഇത് സെറ്റ് ചെയ്തിട്ട് നീ കാണാം. ഓക്കെ, ഇവിടെ വെളിച്ചല്ല, എന്റെ ഫോണിൽ തന്നെ ഫ്ലാഷ് അടിക്കണം, വീഡിയോ എടുക്കണം, വ്ലോഗ് എടുക്കണം, ഫുള്ള് എല്ലാം ഞാൻ തന്നെ നോക്കണം എന്ന് പറയുമ്പോ അപ്പൊ നീ കുറച്ചുകൂടി സെറ്റായിട്ട് ബന്ധിട്ട്. ഓക്കെ ഓക്കെ, ഇതടിക്ക് മറ്റേ സംഭവം അടിക്ക്, കൈ വെച്ചിട്ട് ഇങ്ങനെ ടപ്പടിക്ക്. സാധനം ഇവിടെ നിന്ന് വീണു പോവല്ലേ. ഇനി ഒരാൾ ഇത് പയ്യെ കിണ്ടി കിട്ടിങ്ങിട്ട് ആ കത്തി വെച്ചിട്ട് കിണ്ടി അതിനകത്തിട്ട കൈ പൊള്ളിയാലും ഞാൻ പിടിക്കും. ഇല്ല, ഞാൻ ഇത് പിടിച്ചേ. സംസാരമൊന്നുമില്ല. കരി വരുത്തുന്നേ. ഇത്ര ഇറച്ചി കിടന്നിട്ടാ അല്ല, ഇവിടെ ഇരുന്ന കരിയില്ല. അയ്യ അതൊന്നും വരാതാ. സാധനം ഇരിക്കല്ലേ, ഇട് സാധനം കഴിയാതെ കുഴപ്പമൊന്നുമില്ല. അടി അടുത്ത സെക്ഷൻ സാധനം വെച്ചിട്ട് ആരാ കൈയിട്ട് നേരത്തെ ഞാൻ ഇപ്പൊ കൈ കഴുകി. ബൈ ചിക്കൻ ലെഗ് പീസ്. അങ്ങോട്ട് വെച്ച് കൊടുക്കും. ഇത് കവർ അതൊരു പീസ് കയറ്റി വിടും. ഒരു സൈഡിൽ ഒതുക്കി ഏറ്റവും അങ്ങനെ പോയി സാധനം കളയട്ടാ. അത് മാറ്റ് ഏറ്റവും കൂടുതൽ താഴെന്നുള്ള അടുപ്പിക്കാതാ. ഗ്യാപ്പിട്ട് പോയിക്കളാ. ഇതിൽ ഗ്യാപ്പിട്ട്. ഓക്കെ, അടുത്ത വീട് അതേ കണക്ക് 6 പീസ് വെച്ചാൽ ഓക്കെ. എന്ത് ഇനിമേ പടപട ഇനി മസാല അടിച്ച് കയറുന്ന വയല്. ഇത് തിരിയുണ്ടോ? അത് കഴിഞ്ഞാടാ, കറക്റ്റായിരുന്നാ? ആ കറക്റ്റ്. അയ്യോ പക്ക 6-12 പീസ് പക്ക സമാനത്തിൽ എന്തായി കഴിക്കാനുള്ള സാധനം ഉണ്ട്. ഇപ്പറേക്ക് കളയട്ടാ. എവിടെ ഇത് കളയാൻ സ്ഥലമുണ്ട്? ഇവിടെ വേസ്റ്റ് ബിൻ ഉണ്ടായിരുന്നല്ലോ. ഇതൊന്നും ഇങ്ങനെ പിടിച്ചാൽ ഞാൻ ഇതൊന്ന് അകത്തോട്ടാക്കിക്കോട്ടെ. ഇത് പിടിച്ചാ ഇത് ജസ്റ്റ് സപ്പോർട്ട് ചെയ്താ. വെച്ചാടാ അറിയട്ടെ. വെച്ചോ. ആ സാധനം നമുക്ക് താത്തിട്ട് പയ്യെ കിട്ടാൽ മതി. അത് നനച്ച് വെച്ചാൽ ഒന്ന് ലൈറ്റ് അടിച്ച് ഒന്നേ പോയി ഇത് കളയാം. ഇത് വേസ്റ്റിലുള്ള സാധനം തന്നെ. ഇങ്ങോട്ടൊന്ന് സുബേറെ ഇങ്ങോട്ടൊന്നേ. അല്ല ഇത് വെള്ളം ഇത് വേസ്റ്റിലുള്ള സാധനം തന്നെ. അത്രയും വേസ്റ്റ് കണ്ടിട്ട് അല്ല ഈ കാണുന്നില്ലല്ലോ, വെട്ടമില്ലല്ലോ എൻ്റെ അകത്ത്. ഫസ്റ്റ് വ്ളോഗർ ബീപ്പാത്തൂര്. വ്ളോഗർ ബീപ്പാത്ത് നിങ്ങളാ? ഇല്ല, കൈ നീ ആദ്യം കഴിച്ച ഒരു 5 മിനിറ്റ് ഞാൻ കഴിക്കത്തുള്ളൂ. എങ്ങനെയുണ്ട്? ഉപ്പുണ്ടാ? എരിയുണ്ടാ? എന്താ എങ്ങനെയുണ്ട്? സാധനം വെന്തിട്ടുണ്ട്. വേറെ ബാക്കി മസാല റൈസ് പറ. മസാല പെപ്പറിന് നല്ല കട്ട സാധനമുണ്ട്. അതാണ് പറഞ്ഞ എരിവുണ്ട്. മണ്ണെണ്ണ ചോറില്ല. അല്ലല്ല, അതിനേക്കാൾ എരി ഉണ്ടാവും. അത് പെപ്പർ, അത് വേറെ ഒന്നും കുഴപ്പമില്ല, സുഖമായിട്ട് കഴിക്കാം. അതാണ് ഞാൻ മറ്റേ അത് മേടിക്കാൻ പറഞ്ഞത്. മയണൈസ് ഇല്ലേ? മയോണൈസ് ഉണ്ട്, സോസ് ഉണ്ട്. അപ്പൊ വീഴ്ച മുക്കി അടിച്ചായി കഴിക്കും. കറക്റ്റാട്ടാ 2 സെക്ഷൻ കിട്ടണമെങ്കിൽ 12 ഇതിന്റെ കോഴി കിട്ടണം. പീസ് വന്നില്ലേ? എന്ത് ഒരു പീസ് എടുത്തേ. ശരിയുണ്ടാ? സെറ്റല്ലേ? സെറ്റ് സാധനം. അതില് ഞാൻ പറഞ്ഞത് ഭൈ പെപ്പറിന്റെ സാധനം കറക്റ്റ് ആണെന്ന്. സാധനം കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്. സെപ്പറേറ്റ് ഉണ്ടാക്കാം, ഒരു മിക്സ് ഉണ്ടാക്കാം, ഒരു സെപ്പറേറ്റ് ഉണ്ടാക്കാം. എങ്ങനെയാണ് ഇങ്ങനെയാണ്
അത് ഒരു പ്ലേറ്റും കൂടെ ഒപ്പിച്ചാൽ എന്താ ഈ അടുത്ത പൊരിക്കുന്ന ഇതിലിടാം. അത് ബുദ്ധിയല്ലേ, പൊരിക്കുന്ന ഇതിലിടാം. എന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ചാൽ അതിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഈ മയോണൈസും അത് അടുത്ത സെറ്റ് ആകുമ്പോഴത്തേക്ക് ഉള്ള സെറ്റ് തീരുവാടാ. ചെറിയ ചീള് പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് കയറ്റി വിടാം. കാര്യം ചെങ്ങായിമാരെ നമുക്ക് ഈ സാധനം കഴിച്ചു വരുമ്പോഴത്തേക്ക് ആ സാധനം ആവും. അത് ചുമ്മാ അതിന്റെ ചൂട് കളയണ്ട. നിങ്ങൾ കഴിക്കടാ. അതെ കഴിക്കാൻ പറഞ്ഞത് ഇവനെ എന്ത് അതിന് വെയിറ്റ് ചെയ്യുന്നു. ഇത് ഇങ്ങനെ തന്നെയാണ്. അത് തീരുമ്പോ ഇതിന് ഇത് നോക്കാനൊന്നുമില്ല. ഇത് എന്തോളൂ ഇത് വേറെ ഒന്നും പറയാനൊന്നുമില്ല ഇതിനകത്ത്. വെറുതെ തുപ്പി മാറ്റം ഇപ്പോഴെടുത്ത് മറിക്കാൻ എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? സെറ്റല്ലേ? കഴിച്ചില്ല. കഴിക്കടാ. ഞാൻ കേട്ടെ പറപ്പിക്കറേ ബ്രെഡ് എവിടെ? പോയിട്ടില്ല. ലെഗ് പീസ് എടുപ്പം എനിക്ക് കടിക്കാനുള്ള. നല്ല എരിവുണ്ട്. നീ പൊളിയാട്ടാ. ഈ ബട്ടറിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടം തന്നെ. ഓ എനിക്ക് അല്ല അത് നീ അതിന് കഴിക്കടാ. ഇത് ഈ ഒരു പച്ച മസാല ചെറിയ ചൂടാൻ തരണേ. ഇത് ഉണങ്ങും. അത് ചൂടാൻ കാത്തുന്നാല് ചേട്ടാ ഒരു ചാർക്കോളും മറിച്ചിട്ട് വിട്ടാ. ലൈറ്റ് അടിച്ചാൽ വേണ്ടി വന്നു. സഹായിക്കാൻ വന്നതാ. അയ്യോ ഇപ്പൊ നീ ഇച്ചിരി വൃത്തിയാക്കടാ. അത് തിരിച്ച് വണ്ടി കയറ്റാളല്ലേ. ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊന്നുമില്ല. ഇത് വീഡിയോ എടുക്കുന്ന എടാ വലിച്ചു നുള്ളി കിടക്കണല്ലേ. അത് ചൂടുണ്ടാവേ. നേരത്തെ ചൂടില്ലാത്ത ഞാൻ പ്രോത്സാഹിപ്പിച്ച് പിന്നല്ലാതെ എങ്ങനെ ടേസ്റ്റ് ഉണ്ട്? അത് ഈ മസാല എങ്ങനെയുണ്ട്? ഏതുള്ള ഇതുള്ള മസാല റെഡ് ചില്ലി മെയിൻ സാധനം തിന്നിട്ട് എന്നിട്ട് പറയാം. പെപ്പർ അത് ഇളക്കി വിട്ടാ. എല്ലാം ഇളക്കി കിട്ടേ. നീ കയ്യിൽ നിന്ന് ഊരി മാറ്റിയെട്. ജ്യൂസി ഇത് വേറെ ടീമാണോ? അതെവിടെ? ഇതാണ് നമ്മുടെ വ്യൂ. താഴത്തോട്ടുള്ള നമ്മൾ സ്റ്റേ അടിച്ച സ്ഥലത്ത് നിന്ന് നമുക്ക് കുറച്ചുകൂടി ഒന്ന് നേരം വെളുത്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് കയറാൻ. നല്ലൊരു സൺറൈസ് കണ്ടിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എല്ലാം ക്ലിയർ ചെയ്ത് നമ്മളിവിടെ വേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി നേരെ ഒന്ന് വെളുത്തിട്ട് നമുക്ക് അടുത്ത വിഷ്വൽസ്. ഇപ്പം ഭയങ്കര ഇരുട്ട്. ഓക്കെ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. ചിക്കൻ ഉണ്ട്. അതിൻ്റെ മുകളിൽ ചിക്കൻ്റെ സൂപ്പറായിട്ട് വെച്ചിട്ട് നോക്കും. സൂപ്പർ അത സൈഡിൽ സൂപ്പർ ഇതിൻ്റെ ഉള്ള ഒരു ചുറ്റം കൊടുക്കുക. വ്യൂ നോക്കിയ സെറ്റ് വ്യൂ. ഏറ്റവും ടോപ്പിൽ സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടെ നല്ല തണുപ്പ്. ഇവിടെ ഇങ്ങനെ കണലിങ്ങനെ ആരെന്നറിയാത്ത 2 പേരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് തീൻ്റെ ടീം ഇവിടെ. നല്ല തണുപ്പ് ഇവിടെ. സെറ്റ് തണുപ്പ്. എൻ്റെ ഫേസ് ചൂടും അടിക്കുന്നത്. എൻ്റെ പുറം സൺറൈസ് നല്ലൊരു ബെറ്റർ സ്പോട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല എന്താവുമെന്ന്. നമുക്ക് പോയി നോക്കാം. See this view. ക്യാമറ സെറ്റ് ചെയ്യുന്ന അവിടെ ടൈം സ്ലാപ്പ് എടുക്കാൻ നല്ല സെറ്റിൽ കിട്ടുമോ നോക്കാം.
വെളിച്ചം വന്നേട്ടാ. സൂര്യനെ വെയിറ്റ് ചെയ്തിരിക്കോ. സൂര്യൻ വരുമോ? സൂര്യൻ വരും. സൂര്യ വരും, വിജയ് വരും, അതെ, വിക്രം വരും. കാണിച്ചറാം. സെറ്റ് കുറച്ചുകൂടിയും വെളിച്ചം വന്നാൽ കുറച്ചുകൂടിയും ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. ക്യാമറമാൻ ആദ്യത്തിന് ഇത് തള്ളിയ മറിഞ്ഞു വീഴുവോ? ഇത് മറിഞ്ഞു വീഴുവോ തള്ളിയ? ഇല്ല ഇല്ല, ഫീൽ ചെയ്യുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല. എവിടെ വന്നിരുന്നു താഴെ ആളുണ്ട് പോയി. സ്റ്റിൽ വെയിറ്റിംഗ്. സൂര്യേട്ട ഇതുവരെ വന്നില്ല. ഇവിടുന്ന് ഉദിക്കാന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുക. അവിടുന്ന് തന്നെ ഉദിക്കേണ്ടത്. ഇന്ന് നമുക്ക് ഉദിക്കുന്ന സ്ഥലം നോക്കി നോക്കാം. നാളെ വരാം. പിന്നൊരു ദിവസം വരേണ്ടി വരും. വ്യൂ കാണിച്ചു. ഓ സെറ്റ് വ്യൂ. ടൈം ലാപ്സ് നിർബന്ധം. ടൈം ലാപ്സ് നിർബന്ധമായിരിക്കട്ടെ. ഇരിക്കട്ടെ. ഫുള്ളാളുണ്ട് സൂര്യനെ കാണാൻ. ഇവിടെ ആക്ച്വലി കുറച്ചാളേ ഉള്ളൂ. താഴോട്ട് കുറേ ആൾക്കാരുണ്ട്. സൂര്യനെ കണ്ട? സൂര്യനെ കണ്ട്. സൂര്യനെ കണ്ടു, ചന്ദ്രനെ കണ്ടു. പോവാ. സൂര്യേട്ടൻ വന്നില്ല. സൂര്യേട്ടാ, സൂര്യേട്ടാ, സൂര്യേട്ടാ. നിങ്ങളെ മൂടിയപ്പോ പപ്പടം പോലെ ആവാൻ നോക്കിയോ? ഇന്നെന്താ കൊറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. എന്നാലും ഇത് വരാഞ്ഞേ. പക്ഷെ അത് അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അവരൊക്കെ അവിടെ നിൽക്കുന്ന പ്രതീക്ഷ ഉണ്ട്. പക്ഷെ നമുക്ക് പ്രതീക്ഷയില്ല. സൂര്യൻ ഇനി ഇല്ല. സൂര്യൻ അസ്തമിച്ചു. അല്ല, നല്ല വെളിച്ചുണ്ട് ഇവിടെ. പക്ഷെ സൂര്യൻ വരുന്നില്ല. സൂര്യനെ കണ്ടില്ല. ആരും പോകുന്നില്ല. എല്ലാരും വരുന്നേ ഉള്ളൂ. അപ്പൊ ഇനിയായിരിക്കും വരുന്നേ പോയി. എടാ, ഇന്ന് നാട്ടിൽ പെരുന്നാളായോണ്ടേ അവിടെ കാണാൻ പോയി സൂര്യൻ. അല്ല, ചന്ദ്രനല്ലേ അവിടെ പോന്നെ. അപ്പോൾ ഗൈസ് കുറേ നേരം നിന്ന് പക്ഷെ സൂര്യനെ കണ്ടില്ല. നമ്മൾ പോകുന്ന വഴിക്ക് കാണാമോ നോക്കാം. കാരണം ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇവിടുന്ന് ഇറങ്ങാൻ പോണ്. പോകുന്ന വഴിക്ക് നമുക്ക് സൂര്യനെ കാണാൻ പറ്റുമെന്ന് നോക്കാം. ഫുള്ള് ട്രാഫിക് ഇവിടെ, ഫുള്ള് ബ്ലോക്ക്, ഫുള്ള് ബ്ലോക്കാണ് അവിടെ. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഇറങ്ങാൻ പറ്റില്ല. അതാണ് പ്രശ്നം. നമ്മൾ പറ്റിക്കപ്പെട്ടാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പറ്റിക്കപ്പെട്ടാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ സൂര്യനെ കണ്ടില്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത്. പക്ഷെ ഇവിടെ നല്ല വെളിച്ചം വന്നു. പക്ഷെ സൂര്യൻ വന്നില്ല. നമ്മൾ പോണം. ബ്ലോക്ക് ആയിരിക്കും. പിന്നെ ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുന്നു. പുച്ഛം. ജെബിൻ വ്ളോഗ്സിന് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾ വിഷയം മാറ്റി. എന്തെന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചില്ല. നീ എന്താ പറയുന്നേ? ആൾക്കാര് നിങ്ങളെ പുച്ഛിച്ച് നോക്കി ചിരിച്ച്. അതിനെന്ത്? ഞാൻ പറഞ്ഞു ജെബിൻ വ്ളോഗ്സിനെ അവർക്ക് അറിയില്ല പറഞ്ഞിട്ട്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? സൂര്യൻ വരാൻ സമയമായിട്ടില്ലെന്നാണ് തോന്നുന്നത്. വെളിച്ചം വന്നെങ്കിലും സൂര്യൻ ആൾക്കാരെല്ലാം എങ്ങോട്ടോ നോക്കിക്കുന്നുണ്ട്. സൂര്യനെ തന്നെ നോക്കിക്കുന്നെന്ന് തോന്നുന്നു. പക്ഷെ അടുത്ത ചോദിച്ചാലേ സൂര്യൻ വിൽ കം ഓർ നോ? ചോദിക്കേണ്ടി ആരോടെങ്കിലും അറിയാത്ത പോലെ മറ്റവൻ്റെ അടുത്ത് തന്നെ പോയി ചോദിക്കാം നമുക്ക്. നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ജബുലേസിൽ ഇതുവരെ വന്നിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ മാത്രമാണ് ഇങ്ങനെയാണോ? ഇവരെന്തിനാ ഇങ്ങനെ വരുന്നത് ഇവിടെ? ഇവിടുത്തെ വ്യൂ കാണാനായിരിക്കും. സൂര്യനെ സൺറൈസ് കാണാനല്ലേ വരുന്നത്. അതെ, സൺറൈസ് ആരും കാണുന്നില്ല. സൺലൈറ്റാണ് കാണുന്നത്. സൺലൈറ്റും ഇല്ല. ഇവിടെ കുറച്ച് വെട്ടം വീണ്, അത്രേ ഉള്ളൂ. നമ്മൾ ഇത്രയും നടന്ന്
നമ്മൾ സൂര്യനെ കാണാതെ ബാറ്ററി പവർ, ചാർജർ, ഫോൺ അതിൽ വെക്ക്, ചാർജ് വെച്ചോ. അപ്പം ഫോണിൽ ചാർജും തീർന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രത്യേക കാഴ്ചകളോ വിശേഷങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ. അപ്പോൾ ഗൈസ് ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോണു. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് പ്ലാൻ ചെയ്ത് എടുത്ത വീഡിയോ അല്ല. ഞാൻ പോകുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ കണ്ടിന്യൂറ്റി എന്താണ്, നല്ലോണം എടുത്തിട്ടുണ്ടോയെന്ന് പോലും ഞാൻ നോക്കിയില്ല. അപ്പോൾ നല്ല നല്ല വിഷ്വൽസ് ഞാൻ കട്ട് ചെയ്തിടാം. ഫോണിൽ ചാർജും ഇല്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഉറങ്ങാൻ പോണ്. അപ്പം ബൈ.